നമ്മളെ കഴിഞ്ഞ വീഡിയോ റീച്ച് ആയതോടുകൂടി എനിക്കിവിടെ പരിക്ക് പറ്റിയതും നമ്മുടെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതൊക്കെ എൻ്റെ വീട്ടുകാർ ഫുള്ള് അറിഞ്ഞിരിക്കണ്. അന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ നമുക്കൊരു ഫുട്ബോൾ ടൂർണമെന്റ് വരാനുണ്ടെന്ന്, ആ ദിവസമാണെന്ന്. ടൂർണമെന്റ് മ്യൂണിഷനിലായതുകൊണ്ട് തന്നെ ഞങ്ങളിത് ചെറിയൊരു ട്രിപ്പായിട്ട് കൂടി അങ്ങോട്ട് എടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വർക്കും ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം ട്രെയിൻ ചെയ്യാനോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. നമുക്ക് ഉള്ള ശനിയും ഞായറും അല്ലെങ്കിൽ ലീവുകളിലൊക്കെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യാറ്. ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യം വിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്ട് കളിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മിസ്സാക്കരുത്. നമ്മൾ അതിൽ മാക്സിമം ഇൻവോൾവ് ആവാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതൊക്കെ വീട്ടുകാരെന്ന് മറച്ചു വെക്കുന്നത് ഓൽക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, വേറെ രാജ്യത്ത് പോയിങ്ങാണ്ട് വല്ല പരിക്കും പറ്റി എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമെന്ന് ഓൽക്ക് പേടി വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളതൊക്കെ മറച്ചു വെക്കുന്നത്. എല്ലാവരും രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്താ പിന്നെ എവിടെയെങ്കിലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ ടൂർണമെന്റിന് വേണ്ടി പല സ്ഥലത്തുനിന്നും ഒരുപാട് ക്ലബ്ബുകൾ വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെരിമെന്റൽ ടൂർണമെന്റ് ആണ്. കാരണം ഞങ്ങൾ പലരും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ആദ്യത്തെ ടൂർണമെന്റ് ആണ്. ആദ്യത്തെ 2 മാച്ച് നമ്മൾ നല്ല മാർജിനിൽ ജയിച്ചു. പിന്നെ നമ്മൾ ക്വാർട്ടർ ഫൈനൽസിലേക്ക് കയറിയ സമയത്ത് നമ്മൾ 2-1 നോക്കൗട്ടായി പോവുകയാണ് ചെയ്തത്. ഫുട്ബോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ചെറിയൊരു അശ്രദ്ധ മതി കളിയുടെ സ്കോർ ലൈൻ മാറി മറിയാനും നമ്മൾ നോക്കൗട്ടായി പോരാനും. എന്തായാലും ടീമിന്റെ പെർഫോമൻസിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റിയിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത ടൂർണമെന്റിന് ബാക്കി കാണാം.